ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു അനുഗ്രഹീത സാഹചര്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മെ ഭയപ്പെടുത്തുന്ന പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉയർന്നു വരാം. ഒരു മനുഷ്യൻ പോലും സഹായിപ്പാനില്ലാത്ത, അല്ലെങ്കിൽ ആരുടെയും ഒരു സഹകരണമോ നമുക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കാൻ ആരുമില്ലാത്തതുമായ സാഹചര്യങ്ങൾ പലത് ജീവിതത്തിൽ കടന്നു വരാം. അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഈ തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. ഏതാണ്ട് 5000-ഓളം പുരുഷന്മാരെ, അല്ലെങ്കിൽ ആ പുരുഷാരത്തിനൊക്കെ സഫിഷ്യൻ്റായിട്ട് അവർക്ക് സംതൃപ്തി വരുന്ന നിലയിൽ ആഹാരമൊക്കെ കൊടുത്ത് ആ പുരുഷാരത്തെ യേശു കർത്താവ് പറഞ്ഞയക്കുന്ന സന്ദർഭങ്ങളിൽ ശിഷ്യന്മാരോട് പറയുക, തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിക്കുക. അപ്പം ഈ പുരുഷാരത്തെയൊക്കെ യേശു കർത്താവ് ഭവനത്തിലേക്ക് പറഞ്ഞു വിടുക. യാത്രയാക്കുന്ന സമയം കൊണ്ട് ശിഷ്യന്മാരോ, നിങ്ങൾ അക്കരയ്ക്ക് പോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. ഒരു കാര്യം, യേശു കർത്താവ് നിർബന്ധിക്കുന്നെങ്കിൽ എന്തോ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒന്ന് പഠിപ്പിക്കാനോ, അല്ലെങ്കിൽ എന്തോ ദൈവപ്രവൃത്തിയായി വെളിപ്പെടുത്തി കാണിപ്പാനോ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ഇവിടെ പുരുഷാരത്തെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി യേശു കർത്താവും അവരോട് കൂടെ പോകുന്നതിന് പകരം ആ ജനത്തെയൊക്കെ പറഞ്ഞയച്ച യേശു കർത്താവ് മല കയറുകയാണ്, പ്രാർത്ഥിപ്പാനായിട്ട് മല കയറുക. അങ്ങനെ മല കയറി പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന യേശു കർത്താവിനെ സംബന്ധിച്ച് തന്നെ വിട്ട് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചയച്ചതായ ശിഷ്യന്മാർ അവർ പടക് കയറി ദീർഘമായ മണിക്കൂറുകളായി യാത്ര തിരിച്ചിട്ട്, പക്ഷേ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എന്നെത്താൻ കഴിയാതെ വണ്ണം ആ യാത്ര തിരമാലകളും കാറ്റും കോളുമൊക്കെയായി അവർക്ക് വളരെ വളരെ പ്രതിസന്ധികൾ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അതിങ്ങനെയാണ്: വൈകുന്നേരമായപ്പോൾ ഏകനായി യേശു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അവരുടെ യാത്രയ്ക്ക് ഏറ്റവും വലിയ പ്രതിബന്ധമായി നിന്നത് ആ യാത്രയിൽ കാറ്റ് അവർക്ക് പ്രതികൂലമായി അടിച്ചു. സത്യത്തിൽ നമുക്കറിയാം, ആ കാലഘട്ടത്തിലൊക്കെ ഈ വള്ളങ്ങളെല്ലാം പായ്ക്കപ്പലുകൾ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കാറ്റിനനുസരിച്ച് പുറപ്പെടുന്ന, അതിനനുസരിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകൾ അല്ലെങ്കിൽ വള്ളങ്ങളാണ് കൂടുതലും ഉള്ളത്. കാറ്റില്ല എങ്കിൽ ഇതിന് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഇവിടെ കാറ്റ് പ്രതികൂലമായി. ആ പ്രതികൂലമേറിയപ്പോൾ സത്യത്തിൽ ആ കാറ്റാണ് റീസണെങ്കിലും അതിൻ്റെ അടുത്ത തലങ്ങളായി ഇവർക്ക് ബുദ്ധിമുട്ടായി തീർന്നത് ഇതിലെ ഓളങ്ങളാണ്. ഈ പടകിനെ മുക്കിക്കളയത്തക്ക നിലയിൽ ആഞ്ഞടിക്കുന്ന കാറ്റും അപ്പോൾ തന്നെ ഓളങ്ങളും, അവയിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാൻ അവർ ഒത്തിരി ആഗ്രഹിച്ചു സ്വയം അവർ പരിശ്രമിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ യാത്ര വള്ളങ്ങളിൽ വെള്ളമുണ്ടെങ്കിൽ അത് തേകി കളഞ്ഞ് അത് മുങ്ങാതെ സൂക്ഷിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നതുപോലെ ഇവരും ആ യാത്രയിൽ അവർ ചെന്നെത്തേണ്ടുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തത്തക്ക നിലയിൽ അവരാൽ കഴിയുന്നതെല്ലാം അവർ ചെയ്യുകയാണ്. അതിന് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: സ്വയ പരിശ്രമത്താൽ ഇവർക്ക് മറുകരയെത്തുവാൻ, ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ അവരാവത് ശ്രമിക്കുന്നു. പക്ഷെ പ്രാർത്ഥനയിലിരിക്കുന്ന യേശു കർത്താവ് ഇവരിൽ നിന്നും ദൂരെയാണെങ്കിലും സത്യത്തിൽ ദൂരെയല്ല. ഇവർ കടന്നു പോകുന്ന ആ വഴിത്താരകൾ, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ, അപ്പോഴുള്ളതായ പ്രതികൂലങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം യേശു കർത്താവിന് നന്നായി അറിയാം. അതാരും അവിടെ പറഞ്ഞു കൊടുത്തിട്ടല്ല. സത്യത്തിൽ നമ്മുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു മനുഷ്യന് സഹായിപ്പാൻ കഴിയാത്ത, നമ്മെ ഉള്ളതുള്ളതുപോലെ അറിയാൻ കഴിയാത്ത ചില വേദനകൾ, ചില പ്രയാസങ്ങൾ, ചില ഭാരങ്ങൾ മുക്കിക്കളയുമോ എന്നത് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില ജീവിത സാഹചര്യങ്ങൾ, അവിടെ എല്ലാം നമ്മെ അറിയുന്ന, നമ്മെ സഹായിപ്പാൻ കഴിയുള്ള ഒരേ ഒരുവൻ യേശു കർത്താവ് മാത്രമാണ്. സ്തോത്രം. ഇവിടെ ശിഷ്യന്മാരുടെ ആ പരിശ്രമങ്ങളെല്ലാം വിഫലമായി തീർന്നപ്പോൾ, അമ്പെ പരാജയമായി തീർന്നപ്പോൾ, ഇതാ
രാത്രിയുടെ 4-ാം യാമത്തിൽ. 4-ാം യാമം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ്. എല്ലാവരും സുഖമായി ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പോലും അവരെ സഹായിപ്പാൻ എത്താൻ ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്ത് അവരുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ട് അവരെ തേടി ഒരു പടകിൻ്റെ ആശ്രയം പോലും ഇല്ലാതെ അവരെ മുക്കാൻ ശ്രമിക്കുന്ന അതേ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് കർത്താവ് അവരുടെ സമീപത്തേക്ക് എത്തുകയാണ്. ആ ഒരു സമയം അങ്ങനെ ഒരാളെ പ്രതീക്ഷിക്കുന്നില്ലാത്തത് കൊണ്ട് അവരോർത്തു സത്യത്തിൽ ഇത് ഭൂതമായിരിക്കുമെന്ന്. എന്നാൽ യേശു കർത്താവ് അവരോട് പറഞ്ഞ വാക്കാണ്, ധൈര്യപ്പെടുവീൻ, ഇത് ഞാനാ, പേടിക്കണ്ട. ഇന്ന് നമ്മളോടും കർത്താവ് തന്നെ പറയുന്നു. ജീവിത സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടണ്ട, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ആരും സഹായമില്ലാത്തിടത്തും നമ്മെ സഹായിപ്പാൻ യേശു കർത്താവുണ്ട്. ഒരു വ്യക്തി പോലും വാക്കുകൊണ്ട് സഹായിപ്പാൻ ഇല്ലാത്തിടത്തും ആളത്വമായിട്ട് യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ഭയം കൂടാതെ അക്കരെ എത്തുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവാം ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീത തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഒരു മനുഷ്യൻ്റെ കരം പോലും ചലിപ്പാൻ സാധ്യതയില്ലാത്ത ഒരിടത്തും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച്, ഞങ്ങൾക്ക് വേണ്ടി സഹായമായി അങ്ങ് വരുന്നതിനെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീത തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. സ്വർഗ്ഗപിതാവേ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തി പോലും ഒരു വാക്കുകൊണ്ട് പോലും സഹായിപ്പാനില്ലാത്തിടത്തും അത്ഭുതകരമായ വിടുതലുകൾ, അതിശയകരമായ ദൈവപ്രവൃത്തി നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്റെ മക്കൾക്കായി ലഭിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരെ ധൈര്യപ്പെടുത്തണമേ. എല്ലാ ഭയവും ഭീതിയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവമഹത്വം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. കൽപ്പിച്ച വലിയ വിടുതലിനായി നന്ദി പറയുന്നു. മുഴുമഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി അതുകൂടെ ചെയ്താട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.